ഓക്കെ, നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണ അതിന് ഇത് ആക്കിയിട്ടുണ്ട്. ചിക്കനും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയുണ്ട്, ഉള്ളി ആക്കിയിട്ടുണ്ട്. ഉള്ളി ഇപ്പം ഇതിൻ്റെ അകത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഉള്ളിയും ഉണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുണ്ട്, പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ളത് നമുക്ക് പച്ചമുളകുണ്ട്, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു രീതിയിൽ വെന്ത് കഴിയുമ്പോഴേക്ക് അതിൻ്റെ അകത്തിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. പച്ചമുളക് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതാ പച്ചമുളക് ആകെ ഇത്രയും എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ എരിവുണ്ടാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ തക്കാളി ഇങ്ങനെയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് നമ്മളിതിൻ്റെ അകത്ത് ഇടുകയാണ്. തക്കാളി കുറവ് വേണ്ടവർക്ക് കുറവ് ചേർക്കാൻ പറ്റും. ഇനി തക്കാളി വഴറ്റണം. തക്കാളി ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. തക്കാളി ഏകദേശം നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് പൗഡറും കാര്യങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇതിൻ്റെ അതിലിങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുക്കറാണ് സാധാരണ ഉപയോഗിക്കാറ്. കുക്കറാകുമ്പം എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇളക്കാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറ്റും. ഓക്കെ, ഇനി അത് കുറച്ച് വേകട്ടെ. കുറച്ച് വെന്ത് കഴിയുമ്പം നമുക്ക് അതിൻ്റെ അത് ഇളക്കി കൊടുക്കാം. കുറച്ച് കൂട്ടി കൊടുക്കാം. ചിക്കൻ്റെ അകത്തിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആദ്യം ചിക്കൻ ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഒക്കെ കൊത്തമ്പാരിപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. കൈനെ കൊണ്ട് തന്നെ കുഴച്ചെടുത്തു. ഇപ്പം ഇത് ഏകദേശം ഇപ്പം ഒരിതായിട്ടുണ്ട്. തക്കാളി അടിഞ്ഞിട്ടുണ്ട്. തക്കാളി അടിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ചേർന്ന് നടക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മതി. ഇനി മുളക് പൊടി കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, മതി. ഇനി കുറച്ച് മല്ലി ഇല ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സ്മെല്ല് വരും. എന്നിട്ട് നമുക്ക് ചിക്കനിട്ട് വേവിക്കാം. ഇപ്പം മല്ലിയില എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്, കഴുകാണ്. നെല്ലിൻ്റെ ചപ്പോടെ ആക്കിയിട്ട് കുറച്ച് പഴുത്താണ്, അത് കുറച്ച് മാറ്റാം, അതെടുത്ത് കളയാം, അതാവശ്യമില്ല. അത് നമുക്ക് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം.
ഓക്കെ, ഞാൻ ചേർത്തു. കുറച്ച് വാട്ടർ, പ്യൂരിഫൈഡ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിന് ഞാൻ കുറച്ച് മതി, എന്നുവെച്ചാൽ ചിക്കൻ്റെ അകത്തുനിന്ന് കുറച്ച് വരും. ഇനി വീണ്ടും ഞാൻ ഇളക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ആക്കി വെച്ച എൻ്റെ ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ അതിൻ്റെ അകത്തിലേക്ക് ഇടുകയാണ്. എന്നോട് ഭാര്യ ചോദിച്ചു, എന്തിനാണ് ഇത്രയും ചെറിയ ഇതായിട്ട് പിന്നെ വേവിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊരു വേറെ പ്രത്യേകതരം കറി, നമുക്ക് ഇപ്പോൾ പ്രത്യേകതരം രീതിയിൽ അവരവരുടെ രീതിയിൽ ഉണ്ടാക്കിയോട്ടെ. നമ്മൾ ആണുങ്ങളെ രീതിയിൽ ഉണ്ടാക്കും. അവർ തരുന്നല്ല നമ്മൾ കഴിക്കാറ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് അവർ കഴിക്കും. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ഇളക്കാൻ പറ്റും, മറ്റേ നമുക്ക് അധികം ഇളക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തിട്ട് കോലിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഏകദേശം ഇതിങ്ങനെ വെച്ചു. ഇങ്ങോട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നോക്കേണ്ടത്. അപ്പം ഇതിൻ്റെ മൂടി ഇടയുണ്ട്. ഓക്കെ, ഇതിൻ്റെ മൂടി ഇട്ടതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞായിട്ട് നമുക്ക് ഇതാ നോക്കാം. ഓക്കെ.